വിനോദസഞ്ചാരത്തിലെത്തിയ 5 യുവാക്കൾ പായിലെ 2 ജീവനക്കാരികളെ ഹൗസ് ബോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. യാത്രക്കിടയിൽ ഒരു യുവാവ് യുവതിയുമായി സംസാരിക്കുകയും പുറത്തേക്ക് പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ താനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് യുവാവിന് പിന്നാലെ പോയ യുവതി കായലിൽ വീഴുകയായിരുന്നുവെന്നാണ് ദൃശ്യത്തിന്റെയും ശബ്ദത്തിന്റെയും അടിസ്ഥാനത്തിൽ CCTV തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കത്തി പിടിക്കാൻ പാടില്ല. എന്നെ ഊർക്കെ അറിയത്തില്ല. ആലപ്പുഴ ചെറിയ സാധു ആലപ്പുഴ പുന്നമടക്കായലിൽ വീണ് മരിച്ച തമിഴ്നാട് രാജപാളയം സ്വദേശി 34 വയസ്സുള്ള ശരണ്യക്കൊപ്പമുണ്ടായിരുന്ന 5 യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. തുടർന്ന് CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ശരണ്യക്കൊപ്പം ഹൗസ് ബോട്ടിലുണ്ടായിരുന്നത് അസംകാരിയായ യുവതിയാണ്. ഇരുവരും സ്പായിലെ ജീവനക്കാരികളാണ്. പുന്നമടയിലെ എക്സ്പ്ലോർ ഇൻ കേരള എന്ന പേരുള്ള ഹൗസ് ബോട്ടിലാണ് 7 അംഗ സംഘം ഉണ്ടായിരുന്നത്. യാത്രക്കിടയിൽ യുവാവ് ഏതോ ആവശ്യത്തിനായി മറ്റൊരു ഹൗസ് ബോട്ടിലേക്ക് നടക്കുമ്പോഴാണ് ശരണ്യ പിന്നാലെ ചെന്നതും കായലിൽ വീണതും. എന്നാൽ ഹൗസ് ബോട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നാട്ടുകാരിൽ ചിലർ നേരത്തെ ആരോപണമുന്നയിച്ചിരുന്നു. സാഹചര്യങ്ങളിലെ ദുരൂഹത കണക്കിലെടുത്താണ് യുവാക്കളെ പോലീസ് ചോദ്യം ചെയ്തത്. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ശരണ്യയുടേത് മുങ്ങിമരണം തന്നെയാണെന്നുമുള്ള നിഗമനത്തിലാണ് ആലപ്പുഴ നോർത്ത് പോലീസ്. വിശദമായ അന്വേഷണം തുടരുന്നു. മലയാളം ടെലിവിഷൻ, ആലപ്പുഴ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.